ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അസീബൈദ്. അതെ, ഇന്ന് ഞാൻ വന്നത് ഒരു വൈറൽ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ മുട്ട റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ്. എല്ലാം കൂടെ കുക്കറിലിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുന്ന ഈ ഒരു മുട്ട റോസ്റ്റ് കിടിലൻ ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാം. മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്തല്ലേ ലൈക്ക് ചെയ്യണേ. അതിനിതാ ഞാൻ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി, 5 സവാള കൂടുതൽ വേണം കേട്ടോ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോഴാണ് മുട്ട റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റും നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു മുട്ട കണ്ടില്ലേ, ഇവിടുത്തെ മുട്ടമ്മലൊക്കെ ഇങ്ങനെ ഡേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് മുട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഡേറ്റ് നോക്കിയിട്ട് അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. കുക്കർ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം. ആ സവാളൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആവണം. നല്ല പോലെ വഴന്ന് വരണം കേട്ടോ സവാള. അപ്പോഴാണ് നമ്മളെ മുട്ട റോസ്റ്റ് നല്ല ഗ്രേവിയോട് കൂടി നമ്മൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി ഞാൻ ഒരു ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നല്ല പോലെ പൊട്ടണം കേട്ടോ. കടുക് നല്ല പോലെ പൊട്ടി വന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 8 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സവാള കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സവാള എടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഇവിടെ ഇക്കാക്കൊക്കെ കറി ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഗ്രേവിയോട് കൂടെ അല്ലെങ്കിൽ കൂടുതൽ സവാള എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടാൽ നമുക്ക് സവാള നല്ല പോലെ വഴന്ന് കിട്ടും. അതിനാണ് നമ്മൾ ഉപ്പിട്ടിട്ട് വഴറ്റുന്നത്. ഇപ്പോൾ സവാള ഇതാ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള വഴന്നതിന് കുറച്ചൊന്ന് വഴന്നതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ സവാള കുറച്ചൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി. ഇതിൽ മസാലകൾ നല്ല പോലെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ മസാലകൾ മുട്ട റോസ്റ്റ് ചേർക്കരുത്. അപ്പോൾ ആ മുട്ട റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ സവാളയൊക്കെയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റുന്നുണ്ട്. ഒന്ന് വഴറ്റിയതിന് ആ മസാലകളുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് പോകണം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് വെക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ചേർത്തിട്ട്, കറിവേപ്പില, അതുപോലെ കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്തൊരു ഗരം മസാലയാണ് അത്. അതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറിയ തക്കാളി മാത്രം മതി കേട്ടോ. വലിയ തക്കാളി വേണ്ട. ചെറിയ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. 1 ഗ്ലാസ് ഫുള്ള് ഒഴിച്ചിട്ടില്ല, 1/4 ഭാഗം ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ഗ്രേവി വേണ്ടാന്നില്ലാത്തവർക്ക് ഈ വെള്ളം ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ ഗ്രേവി വേണമെന്ന് നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. എന്നാലും 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിതൊരു 2-3 വിസിൽ വരുവോളം നമ്മൾക്കിതൊന്ന് അടിച്ചെടുക്കാം. 1 വിസിൽ വന്നാലും നമ്മൾക്ക് ഓഫാക്കട്ടോ. പക്ഷേ 2-3 വിസിൽ വന്നിട്ട് ഓഫാക്കുക നല്ലത്. അപ്പോഴാണ് നമ്മളെ സവാളൊക്കെ ഇതായിട്ട് ആ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ്, നല്ല ഗ്രേവിയോട് നമ്മൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊരു 3 വിസിലാണ് അടിച്ചത്. ടൈം ഉണ്ടെങ്കിൽ 4 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇതാ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ട പുഴുങ്ങി ജസ്റ്റ് ഓരോ വര ഇട്ടെടുക്കുന്നുണ്ട്. പെട്ടെന്ന് കഴിയാൻ മുട്ട ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മുട്ട അതിലിടുക. എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ മുട്ട വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ മുട്ടകൾക്കും ഇങ്ങനെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പാന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, പിന്നെ 1/4 സ്പൂണ് മുളക് പൊടി കേട്ടോ.
കുറച്ച് എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്ത്. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു, മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ മുട്ട എന്നിട്ട് അതിലിട്ടിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കി, മുട്ട ഇട്ടതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓണാക്കി. അപ്പോൾ അതിലേക്കൊക്കെ ആ മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ മുട്ടയിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനാണ്. ഇപ്പോൾ ഇതാ നമ്മളെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 വിസിൽ അടിച്ച് എയറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് എൻ്റെ അടുത്തില്ലേന്ന്, അത് കാരണം ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മുട്ട നമ്മൾ മുളകിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തില്ലേ, മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്ന ഈ ഒരു മുട്ട റോസ്റ്റ് ഇട്ടാൽ ഞാൻ വെറുതെ പറയല്ലോ, ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കിടിലൻ ടേസ്റ്റാണ് ഇത്. പൊറോട്ട, ദോശ, ചപ്പാത്തി എല്ലാ ചോറിൽക്കും ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ 3/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തത്. അപ്പോൾ അത് ഇതിലേക്ക് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കിടിലെ സൂപ്പർ ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. ഇടിയപ്പം ഉണ്ടല്ലോ, നൂൽപുട്ടിൽക്കൊക്കെ കിടിലന്നാണ് ഇത് കേട്ടോ. അപ്പോൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നമ്മളെ ചാനലിൽ ഒരുപാട് ഈസി റെസിപ്പികളുണ്ട്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.